അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മല്ലിക പൂവാണ് ഉള്ളത്. ഇനി പിന്നെ ഈ ഒരു മല്ലിക പറയുമ്പോൾ അത്ര അതുവരെ തൊട്ട് അതും തൊട്ട് ഇത്ര ഫുൾ വരെ ഉണ്ട്. ഇത് ഫുൾ വരെ ഉണ്ട്. ഈ മല്ലിക എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഉണ്ട്. ഇതൊക്കെ കുറച്ച് വാടിപ്പോയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അവിടെ വിത്തൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അത് മുളച്ചെന്ന് അറിയില്ല. കണ്ടോളൂ, കണ്ണുണ്ടോ നിങ്ങൾ? കണ്ടില്ലേ? ഞാനിവിടെയൊക്കെ നട്ടതാണ്. ഇതൊന്നും മുളച്ചില്ലേ? ഇവിടെയൊക്കെ മുളച്ച് നന്നായി ആയിട്ടുണ്ട്. ഇതിന് അല്ലെങ്കിൽ മല്ലികയും ഇതൊക്കെ വേണം. അപ്പം പിന്നെ ഞാനിവിടെ വിത്തൊക്കെ ഇട്ട് നന്നായി വളരുമെന്ന് വിചാരിച്ചതാണ്. എന്നും പക്ഷേ അവിടെ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വിത്ത് കണ്ടോ? കാണുന്നുണ്ടോ? ഫ്രണ്ട്സ്, ഞാൻ അതിലോട്ടൊന്ന് നിങ്ങൾ ഇതിലോട്ട് ആയിരിക്കും. ഇവിടേക്ക് സ്റ്റെപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ നട്ടതാണ്. ഫുള്ളായിട്ടുണ്ട് കേട്ടോ. നട്ടിയാണ്. ഞാൻ വേറെയും കൂടി കാണിച്ചു തരാം. അതും നട്ട് എത്രയാ പൂകൾ. ഇവിടെ നോക്കി ഭയങ്കരമായിട്ടൊരു നല്ലൊരു പൂണ്ടായതാണ്. നിങ്ങൾക്ക് കാണാനായിട്ടാണ്. ഇത് രാവിലെയൊക്കെ നല്ല ഭംഗിയുണ്ടാകും കാണാം. ഇനി അടുത്ത പുല്ലും വെറുതെ എങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അത്രേ ഉള്ളൂ. കാണുന്നുണ്ടോ? നമുക്ക് ഇതിനൊക്കെ കിട്ടും. അവിടെ വളർന്നു. ഫ്രണ്ട്സ്, ഇത് കണ്ടോ? മൊത്തം നല്ല രസമാണ് കാണാൻ. കണ്ടോ? നല്ല രസത്തിൽ മൊത്തത്തിൽ ഉറുമ്പൊക്കെ കഴിച്ചിരുന്നു. പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇത് ഞാൻ നട്ടതാണ്. ഈ പുല്ലിൻ്റെ കൂടെ തന്നെ വന്നതാണ്. അപ്പം ഇതിനെ പറയത്തത് ഇപ്പം കരയിലായിരുന്നു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പം കഴിച്ചു നിർത്തി. അതാണ് സംഭവം. രണ്ടൻ പൗണ്ട് ഞാൻ ആക്കുന്നത്. ഇത് പറയുമ്പോൾ ഇത് ആ പൂ പോലെ തന്നെയാണ്. ശരിക്കും ഇത് സപ്പോർട്ടാണ് മൊത്തത്തിൽ. ഞാൻ അന്നത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ആണ് കേട്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചത് എന്താ വെച്ച് നട്ടതാണ്. എനിക്കറിയില്ല. ഇത് കോളിഫ്ലവർ ആണെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ട്. ഇത് കോളിഫ്ലവർ ആയിരിക്കും. അപ്പം ഇപ്പുറത്തെ ക്യാബേജാണ്. ഞാൻ അത് വയ്യ പരിചയപ്പെടുത്താം.
ഇതാണ് നിങ്ങൾ പരിചയപ്പെടുത്തുക. മൊത്തത്തിൽ ഇതാണ് വളരെ പരിചയപ്പെടുത്തി. അടുത്തത് അതും. ഇത് തക്കാളിയാണ്, വാടി ഉണങ്ങിപ്പോയി. അപ്പം ഇതും അതന്നെയാണ്. ക്യാബേജ് കുറേ ക്യാബേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോ വളർന്നിട്ടുണ്ട്. പേരെനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പം ഇതിൽ കണ്ടില്ല കുറേ പൂവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടാവും കണ്ട വണ്ടൊക്കെയാണ്. വണ്ടക്കല്ല, സോറി, എനിക്കറിയില്ല. പക്ഷേ അവിടെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലോട്ടേക്ക് പോവാം. അവിടെ ഒരുപാട് കൃഷിയുണ്ട്. വാ, ഇപ്പം ഇത് മല്ലികയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് മല്ലികയല്ല, പത്തുമണി പൂവാണ്. ഞാനൊന്ന് ചെയ്യട്ടെ. ഇവിടെ എത്തി. അവിടെ എന്താണ്? ഇത് കക്കടിയാണ്. ആദ്യം കക്കടിയാണ്. ഇതെന്താണ്? വെണ്ടക്ക. ഇതെന്താ? തക്കാളിയാ? പച്ചമുളക്. ഇത് ഉണങ്ങിപ്പോയി കേട്ടോ, അതാണ് ഇങ്ങനെ. ഇവിടെ മഞ്ഞളാണ്, കണ്ടില്ലേ? ഇതൊക്കെ നമ്മളെ മുന്തിരി ഉണ്ട്. അപ്പൊ ഇത് തക്കാളി പോലെ ആയിരിക്കാണ്. ഇത് ചപ്പ്. അപ്പൊ ഇതെന്ത് പോവാ? കൊതുകുണ്ട് കേട്ടോ. ഇതൊക്കെ വേണ്ട. കുഞ്ഞു തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു വാവ തക്കാളി. അതിൻ്റെ അകത്ത് എന്താ വീഡിയോണ്? പച്ചമുളക്. ഇത് വണ്ടിയാണ്. പക്ഷേ പച്ചമുളക് വന്നത്. ഇവിടെ വാവ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും നട്ടി ചവിട്ടാതെ പോകണം. മേലാന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഫുള്ളുണ്ട്. വഴറ്റിയിട്ട് ആരും ഉണ്ടാവുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഫ്ലാഷ് റൂട്ട്. ഇതിൽ പാടുണ്ടായതാണ്. ഇപ്പം പൂവ് കാണുന്നില്ല. വാഴന്ന് പറയുമ്പം ഇവിടെ വണ്ടിയുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, മുളച്ചില്ല. അപ്പം ഇത് മുളച്ചത് ക്യാരറ്റാണ്. ഇത് ഉള്ളിയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇത് ഉള്ളിയാണെന്നാണ് തോന്നുന്നത്. ഇതാണ് കേട്ടോ ഉള്ളി തോന്നുന്നത്. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ളത് സ്പിനാച്ച് എന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് സത്യമായിട്ടും അറിയില്ല കേട്ടോ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെയൊക്കെ തക്കാളി ഉണ്ട്. ഇവിടെ കുറേ കപ്പയായിരുന്നു. ഇപ്പം അതിൻ്റെ വിത്തുകൾ കിട്ടിയതുകൊണ്ട് ഇപ്പം പിന്നെ തക്കാളി ഇവിടെ നട്ടു. ടോളി സോസാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഉറുമാമ്പഴമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് പൂത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിറാക്കിൾ ഫ്രൂട്ട്. അപ്പോൾ ഇത് നമ്മുടെ കോണാണ് കേട്ടോ. അത് പൂത്തിട്ടുണ്ട്.
ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. മൊത്തത്തിൽ കാടാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ നെല്ലിക്ക മരം. അപ്പോൾ ഇതാണ് നമ്മുടെ പയറ്. കുറേ ഇന്നലെ പറിച്ചിരുന്നു, അതുകൊണ്ട് ഇപ്പം കാണുന്നില്ല. ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വെള്ളിക്ക മരം. ഒന്ന് പറിച്ച് നോക്കാം ഉണ്ടോ. അയ്യോ, അപ്പം ഇതിൽ ഒന്നുമില്ല, എല്ലാം താഴെ വീണിട്ടുണ്ട്. അത് നമുക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ തിന്നുമ്പോണ്ടല്ലോ എന്ത് തോന്നുന്നു, നിങ്ങളതൊക്കെ ഉണ്ടാവുമ്പം തോന്നുന്നു. ഇത് പറിച്ച് നോക്കിയാൽ സത്യം പറയാണ്, നല്ലൊരു പുളി ഉണ്ടാവുക. ഒരു പുളിയാണ് ഉണ്ടാവുന്നത്. അന്നൊക്കെ ഉപ്പിലും മുളകിലും ഇട്ട് തിന്നോക്കിന്. ഇതാണ് മരവതിരിങ്ങ. ഇത് പൂത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം കായ്പക്കയുണ്ട്. എൻ്റെ ചേച്ചിയും ഞാനും നട്ടയുടെ കയ്പക്ക നമുക്ക് കാണാം. അത് പൂത്തിട്ടുണ്ട് കേട്ടോ. അമ്മയച്ഛനും നട്ടിരുന്നു. അപ്പം ഇവിടെ പച്ചമുളകൊക്കെ ഉണ്ട്. ഇന്നലെ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്പ കാണാം, പോവാം. അപ്പം ഇതാണ് നമ്മുടെ കയ്പക്ക. നിങ്ങൾ കണ്ടില്ലേ? അപ്പം ഇതാണ് കയ്പ. അതിൻ്റെ ഇടയിൽ ഇവിടെ കോവക്കൊക്കെ ഉണ്ട്. ഒറ്റത്തിന് കാണുന്നില്ലല്ലോ. ആവാനായിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാനും അച്ഛൻ തുണി തീർത്തി. അതാ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ഇപ്പൊ ഇതാണ് നമ്മുടെ കപ്പക്കായ്. ഇവിടെ മാത്രമൊന്നുമല്ല, വീടിന്റെ ചുറ്റുമുണ്ട്. പിന്നെ ഇവിടെ അപ്പം പഴങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൊത്തി. അപ്പം ബാക്കിയെല്ലാം ഞാനും എൻ്റെ ചേച്ചിയും കഴിച്ചു. പിന്നെ ബാക്കി അവിടെ പഴുക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ താഴേക്ക് പോകാം. അപ്പം താഴെയും കുറച്ച് സാധനങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഇവിടെ മുരിങ്ങയുണ്ട്, ഒരുപാടുണ്ട്. അവിടെയും കപ്പക്കായുണ്ട്, ഇവിടെയും കപ്പക്കായുണ്ട്. ഇതാണ് ആക്കി ചക്ക. അപ്പം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടെണ്ണം പഴുത്ത് ഞാൻ തിന്നു. അപ്പൊ കണ്ടില്ല. പരിചയപ്പെടുത്തിട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ നന്നായി പൂവ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ മണ്ട് അങ്ങ് മോളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ കാണില്ല കേട്ടോ. അങ്ങ് മോളാണുള്ളത്. ഇതെന്ത് ഇവിടെയൊക്കെ ഞാൻ മറ്റു മല്ലികന്റെ വിത്തൊക്കെ ഇട്ടിരുന്നു, എന്നെ വരുന്നില്ലേ? ഞാന് വേറെ ഒരു പൂവും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ എന്തോ ഇതിൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല.
അത്ര വരെ ഉണ്ട്. അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ സപ്പോട്ട, കപ്പക്കായ. അതാ അവിടെ ഉണ്ട്, ഇതാ അവിടെ ഉണ്ട്. പേരയ്ക്കുണ്ട്. അതാ ഞാൻ ഒരു പൂവ് അവിടെ നട്ടിട്ടത്. അപ്പോൾ അവിടെ ഫ്രാഷൻ ഫ്രൂട്ടുണ്ട്. അത് തെച്ച് ഇത് ചുവപ്പായിട്ട് താഴെ ഫുൾ വീണിന് കണ്ടില്ല. അതെല്ലാം ഉണ്ട് കണ്ടോ. ഇതൊക്കെ പുളിയായിരിക്കും. ഞാൻ ഇന്നലെ അന്നൊരുക്ക 2 എണ്ണം തിന്നില്ല. അപ്പം ഇത് അതിൻ്റെ വള്ളിയാണ്. ഇത് മേലെയാണ് ഉള്ളത്. കണ്ടോ ആ മഞ്ഞ പൂ കണ്ടോ നിങ്ങൾ? ആ മഞ്ഞ അപ്പൊ അതാണ് കരിക്ക്. എവിടെയും കപ്പയുണ്ട്. അപ്പം എൻ്റെ സൈക്കിൾ ഇതാണ്. ഞാനിത് കുറച്ച് കാണിച്ചു തരാം. വെള്ളമാണ് ഇത്. കണ്ണാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നല്ല തടിച്ചൊരു പഴം തന്നെ കാണിക്കാന്ന്. നല്ല പഴമാണ്. കണി വെച്ചിട്ടുണ്ട്. ഇവിടെ കപ്പക്കായ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പഴം. താഴെ കണ്ട് നല്ലപോലെ പഴുത്തിട്ടുണ്ട്. പറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം ബാക്ക് എന്ന് പറയുമ്പം എനിക്ക് പേടിയാണ് കാട്ടിൽ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ആനിമൽസൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇൻസെക്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പോണില്ല. പാമ്പാറ്റുണ്ടെങ്കിൽ എനിക്ക് കൈയല്ല. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിൽ കയ്പൊക്കെ നട്ട് ഞാനും എൻ്റെ ചേച്ചിയാണ്. ബൈ ബൈ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇളനീർ അച്ഛൻ കൊത്തി തരുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും. പറയാൻ കിട്ടുമായിരുന്നു, നിങ്ങൾ ലൈക്ക് ചെയ്യില്ല, കമൻറ്റ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.